കൈത്താക്കാലം 1-ാം ഞായർ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അതിഥിക്കും ആതിഥേയനുമുള്ള ഉപദേശം. സ്ലീഹാക്കാലത്തിൽ സഭയെ കെട്ടിപ്പടുക്കുന്ന ചിന്തകളിലൂടെയാണ് നാം കടന്നുപോയതെങ്കിൽ കൈത്താക്കാലത്തിൽ അതിന്റെ ഫലം കൊയ്തെടുക്കുന്ന വിഷയങ്ങളാണ് നാം വിചിന്തനം ചെയ്യുക. സാബത്ത് നാളിൽ ഒരു ഫരിസേയന്റെ വീട്ടിൽ വിരുന്നിനിരിക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവത്തിലൂടെയാണ് 14-ാം അധ്യായം ആരംഭിക്കുന്നത്. ഉള്ളിൽ അമർഷം കടിച്ചമർത്തിക്കൊണ്ടാണെങ്കിലും ആരും അവനെതിരെ പരസ്യമായി പ്രതികരിക്കുന്നില്ല. സാബത്ത് നാളിൽ കിണറ്റിൽ ഒരു വളർത്തുമൃഗം വീണാൽ അതിനെ പിടിച്ചു കയറ്റുന്നത് തെറ്റായ പ്രവൃത്തിയല്ലെങ്കിൽ പിന്നെ മാറാരോഗം കൊണ്ട് ദുരിതത്തിലായ ഒരു മനുഷ്യന് സൗഖ്യം നൽകുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ തന്നെ ന്യായീകരിക്കുന്നു. സാപത്തിന്റെയും അതിനാഥനാണ് മനുഷ്യപുത്രൻ എന്ന പ്രഖ്യാപനമാണിത്. ഇത് ഏറെ എതിർപ്പ് ഉളവാക്കാമെങ്കിലും യേശു അതിനെ വകവയ്ക്കുന്നില്ല. മറ്റുള്ളവർ നൽകുന്ന സൽപ്പേരിനേക്കാളും അംഗീകാരത്തെക്കാളും ജീവൻ ത്യജിക്കേണ്ടി വന്നാലും മനുഷ്യന്റെ ആത്യന്തിക നന്മയാണ് യേശു വിലമതിക്കുന്നത്. ദൈവമായിരുന്നിട്ടും സ്വയം ശൂന്യവൽക്കരിച്ച് അവൻ ലോകത്തിലേക്ക് വന്നത് മനുഷ്യന്റെ നഷ്ടപ്പെട്ട മഹത്വം വീണ്ടെടുത്ത് നൽകാനാണ്. അത് അടങ്ങിയിരിക്കുന്നത് സ്ഥാനമാനങ്ങളിലോ സുഖസൗകര്യങ്ങളിലോ അല്ല എന്നവൻ ജീവിതം കൊണ്ട് തെളിയിച്ചു. മാനുഷിക മാനദണ്ഡങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവൻ ജനിച്ചു വീണത് ഒരു കാലിത്തൊഴുത്തിലാണ്. ദരിദ്രമായ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു. തലചായ്ക്കാൻ ഒരിടം പോലുമില്ലാതെ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് അവൻ ചുറ്റി നടന്നു. യാത്രയിൽ അവൻ വടിയോ സഞ്ചിയോ അപ്പമോ രണ്ടുടുപ്പോ കരുതിയില്ല. ഇത് തന്നെ അനുവർത്തിക്കുവാൻ തന്റെ അപ്പസ്തോലന്മാരെയും അവൻ പഠിപ്പിച്ചു. ലൂക്ക 9:5. ശുശ്രൂഷ സ്വീകരിക്കുന്നതിന് പകരം ശുശ്രൂഷിക്കുവാൻ അവൻ ആഹ്വാനം ചെയ്തു. സുഖ സൗകര്യങ്ങളുള്ള വഴികൾക്കു പകരം വീതി കുറഞ്ഞ വഴികൾ തിരഞ്ഞെടുക്കുവാൻ പഠിപ്പിച്ചു. തനിക്ക് വിരുന്നൊരുക്കിയ വീട്ടിൽ തങ്ങളുടെ കേമത്വം പ്രകടിപ്പിക്കുവാൻ പ്രമുഖ സ്ഥാനങ്ങൾ കൈപ്പറ്റാൻ ശ്രമിക്കുന്ന ക്ഷണിക്കപ്പെട്ടവരെ നോക്കി പറഞ്ഞ ഒരു ഉപമയാണ് ഇന്നത്തെ പ്രധാന ധ്യാന വിഷയം. അനർഹമായ ഇടങ്ങളിൽ മുൻകൂട്ടി കയറിയിരുന്നാൽ പ്രമുഖർ കടന്നു വരുമ്പോൾ നിന്റെ സ്ഥാനം അവർക്ക് വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുകയും നീ സർവരുടെയും മുമ്പിൽ അവഹേളിതനാവുകയും ചെയ്യും. അല്പം എളിമപ്പെട്ട് നീ പിൻസീറ്റിൽ ഇരിക്കുന്നെങ്കിൽ നീ അർഹനാണെങ്കിൽ ആതിഥേയൻ നിന്നെ മുന്നിലേക്ക് ക്ഷണിക്കുകയും ഏവരുടെയും പ്രശംസയ്ക്കും മഹത്വത്തിനും പാത്രീഭൂതനാവുകയും ചെയ്യും. അതിനാൽ സ്വയം വിനീതനും താഴ്ത്തപ്പെട്ടവനുമായി ജീവിക്കുക. യോഗ്യതയുണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് നിന്നെ ദൈവം ഉയർത്തിക്കൊള്ളും. തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. 11. പകരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആർക്കും ഉപകാരമോ ആരെയും ക്ഷണിക്കുകയോ ചെയ്യരുത്. ഒന്നുമില്ലാത്ത, ആരുമില്ലാത്ത, ദരിദ്രർ, മുടന്തർ, കുരുടർ തുടങ്ങി പുറമ്പോക്കിൽ ആയിരിക്കുന്നവർക്ക് പ്രഥമ സ്ഥാനം നൽകുക. അത് സ്വർഗത്തിലെ നിന്റെ നിക്ഷേപമായി മാറും. വിരുന്നുകളിൽ യേശു പലപ്പോഴും പങ്കുകൊള്ളാറുണ്ട്. വിരുന്നുകളെക്കുറിച്ച് അവൻ പല ഉപമകളിലും പറഞ്ഞിട്ടുമുണ്ട്. അവന്റെ അവസാന പ്രവൃത്തി ശിഷ്യരോടൊത്തുള്ള അന്ത്യ അത്താഴമായിരുന്നു. അവരുടെ ഗുരുവും നാഥനുമായിരുന്നിട്ടും അന്നുവരെ കേട്ടറിവില്ലാത്ത പോലെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുകയും തുടർന്ന് അപ്പവും വീഞ്ഞും തന്റെ ശരീരരക്തങ്ങളാക്കി മാറ്റുകയും അവന്റെ ഓർമ്മയ്ക്കായി ലോക അവസാനം വരെ അത് അനുഷ്ഠിക്കുവാനും പറഞ്ഞത് മനുഷ്യരോടൊപ്പം ആയിരിക്കാനുള്ള ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തിയായിരുന്നു. ലോക സൃഷ്ടാവായ ദൈവം ഗോതമ്പ് അപ്പത്തോളം ചെറുതായി നമ്മോടൊപ്പം വസിക്കുന്നെങ്കിൽ അവന്റെ അനുയായികളായ നാം എത്രയധികമായി എളിമപ്പെടുകയും ചെറുതാവുകയും വേണം. ഞാനല്ല, അപരനാണ് ബഹുമാന്യൻ എന്ന തിരിച്ചറിവ് ദൈവികമാണെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. പരസ്പരം ബഹുമാനിക്കുന്നതിൽ ഓരോരുത്തരും മുന്നിട്ട് നിൽക്കുവിൻ. റോമ 12:10 എന്ന പൗലോസ്ലീഹായുടെ വാക്കുകൾ നമുക്കോർക്കാം. ഓരോ വിശുദ്ധ കുർബാനയും സ്വർഗീയ വിരുന്നിന്റെ മുന്നാസ്വാദനമാണ്. ഈ ലോകം ഒരുക്കുന്ന ഏതൊരു വിരുന്നിനേക്കാളും മഹോന്നതമാണ്. യഹൂദർക്കിടയിൽ വിവാഹം പോലെയുള്ള വിരുന്നുകളിൽ വരന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോ പ്രധാനപ്പെട്ട വ്യക്തികളോ ആയിരിക്കും തൊട്ടടുത്ത് പ്രധാന സ്ഥാനങ്ങൾ അലങ്കരിക്കുക. വിശുദ്ധ കുർബാന എന്ന ദൈവിക വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ നാം തിരഞ്ഞെടുക്കുന്ന സ്ഥാനം എവിടെയാണ്? ഏറ്റവും പുറകിലോ അതുമല്ലെങ്കിൽ വരാന്തയുടെ ചവിട്ടുപടിയിൽ മുഖം തിരിച്ചിരുന്നോ
ലോകവിരുന്നിൽ നമ്മുടെ സ്ഥാനം പുറകെങ്കിലും സ്വർഗീയ വിരുന്നിൽ ഏറ്റവും മുമ്പിലായിരിക്കുന്നതുമാണ് താഴ്മയുടെ ലക്ഷണം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. 1 പത്രോസ് 5:6. അഹങ്കാരികളായ സർവപ്രതാപികളെക്കാൾ എളിമയും താഴ്മയുമുള്ളവരാണ് മനുഷ്യരും ഇഷ്ടപ്പെടുന്നതും മനസ്സിൽ പൂജിക്കുന്നതും. ഈ ലോകനീതി തന്നെയാണ് ദൈവനീതിയും. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും എളിമ നിറഞ്ഞ പരിശുദ്ധ കന്യാമറിയത്തിലൂടെ ദൈവ സ്വഭാവം നാം വായിക്കുന്നു. അവിടുന്ന് ശക്തരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. അതിനാൽ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും കായികമായും സ്ഥാനപരമായും മറ്റും മുന്നിട്ട് നിൽക്കുന്ന ശക്തരുടെ കൂട്ട് കൂടുന്നതിന് പകരം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട എളിയവരുമായി കൂട്ടുകൂടുമ്പോഴാണ് നമ്മെ ദൈവം ഉയർത്തുക. കൊട്ടാരം പോലുള്ള വീടും വിവാഹധൂർത്തും ഒഴുകിയോടുന്ന വില കൂടിയ വണ്ടികളും തിരുനാൾ ധൂർത്തുമൊക്കെ ദൈവത്തിന്റെ സ്വന്തമായ പാവപ്പെട്ടവരിൽ നിന്ന് നാം വളരെയധികം അകലെയാണെന്ന് വിളിച്ചോതുന്നു. നമ്മുടെ ഇത്തരത്തിലുള്ള വിശ്വാസ പ്രഘോഷണങ്ങളിലൂടെ നാം ദൈവത്തിൽ നിന്ന് അകലുകയാണെന്ന് മാത്രമല്ല, യേശുവിനെ കുറിച്ചുള്ള വലിയ ദുർസാക്ഷ്യവുമാണ് അന്യമതസ്ഥർക്കിടയിൽ പ്രഘോഷിക്കുന്നത്.